ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു യാദൃച്ഛികതയാണ്. ആ രീതിയിൽ കണ്ടു. പക്ഷെ നമ്മുടെ പഴയ പേരില്ലാത്ത പഴയ ദൃശ്യമാൻ അനോണിമസ് ആയിട്ടുള്ള മതമോ രാഷ്ട്രീയമോ പിന്നെ വംശീയതയോ ഒന്നുമില്ലാത്ത തനി മാനവികതാ ബോധമുള്ള നമ്മുടെ ഋഷിമാരെ ലോകത്തിന് കൊടുത്ത ഗ്ലോബൽ വിഷൻ ലോകാവസാനം വരെ ബാക്കി നിന്നു. ഞാൻ പറയുന്നത് നമ്മൾ ഈ ഗ്ലോബൽ മഹാത്മാ ഗ്ലോബൽ എന്ന് പറയുമ്പോൾ തൽക്കാലം നമ്മളിപ്പം കുട്ടികളുടെ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ ഇതാണെങ്കിലും അതിൻ്റെ ക്രമത്തിൽ നമ്മുടെ പഴയ ഗ്ലോബൽ വിഷൻ ഉണ്ടല്ലോ എപ്പോഴും പുതുമയുള്ള ഗ്ലോബൽ വിഷനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയാം. കാരണം അതൊരിക്കലും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൂടാ. ഞാനത് എൻ്റെ ഒരു ദൗർബല്യമായിരിക്കാം പറയുന്നത്. കാരണം അത് ഒരു തരത്തിലും നമുക്ക് പേരുദോഷം വരുത്തിക്കൂടാ. കാരണം കുട്ടികളെ ശരിക്കും കുടിയിരുത്തുന്ന ഒരു മോഹൻ എൻ്റെ സുഹൃത്താണ്. മോഹൻ ഒരിക്കലും നമ്മൾ മിസ്ലീഡ് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാത്മൻ്റെ ലെഗസി നിലനിർത്തുന്ന ഈ ഗ്ലോബൽ ഇന്നത്തെ ആ ഗ്ലോബൽ വേൾഡും പഴയ ക്രിയേറ്റീവായിട്ടുള്ള തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമാക്കാൻ പറ്റിയിരുന്ന വലിയൊരു കാര്യമാണ്. അതിനനുസരിച്ചുള്ള സെമിനാറുകളും ഡിസ്കഷൻസും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ വാട്സാപ്പിലുള്ള കുട്ടികളുടെ സംവാദങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വളരെ സങ്കീർണമായിട്ട് തോന്നി, വളരെ ഇതായിട്ട് തോന്നി. വളരെ ഞാൻ അതിൽ തന്നെ ഏതോ ഒരു ഇതിൽ ദോസ്റ്റോവസ്കിൻ്റെ ഐവാനെ പരാമർശിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ ഐവാനൊക്കെ കാര്യമായിട്ട് സ്വാധീനിച്ച ആളുകളാണ്. എന്നുവെച്ചാൽ പഴയ ക്ഷുഭിത യൗവന കാലത്തൊക്കെ ഐവാൻ്റെ പിന്നെ എന്നെ പോലെ എനിക്കെങ്ങനെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റും എന്ന് ഐവാൻ പറഞ്ഞപ്പോൾ അതൊരു വേദവാക്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അതെല്ലാം കാലം കഴിഞ്ഞു. ഇന്ന് നമ്മൾ മറ്റൊരു ലോകത്താണ്, ഒരു ജീവിതക്രമമാണ് നമ്മൾ തോന്നുന്നത്. അത് പറഞ്ഞപ്പോൾ ചിലർ കളിയാക്കുന്ന ഒരു മോഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രായം ചെല്ലുന്നതോട് നമ്മൾ വിവേകികളാവുന്നു എന്ന് തുഷങ്കോ പറഞ്ഞു. വളരുക എന്നുള്ളതാണ് പ്രധാനം. ഞാനായാലും നിങ്ങളായാലും ആ വളർച്ചയ്ക്ക് അവസാനമില്ല, മാനസികമായ വളർച്ചയ്ക്ക് അവസാനമില്ല. അപ്പം ഞാൻ പറയുന്നത് വളരെ ജാഗരൂകമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയണം. ഇനിയിപ്പോൾ മോഹൻ എത്രതാമറ്റോട് വരുന്നുണ്ട്, നമ്മൾ അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് നോക്കാം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങളെല്ലാം സഹകരണം ഉണ്ടാവാം, നിങ്ങളുടെ സജഷൻ നിർദ്ദേശങ്ങൾ തരിക. അങ്ങനെ ഒരു വളരെ പുതുമയോടുകൂടി നമ്മുടെ മഹാത്മാ ഗ്ലോബൽ